നമസ്കാരം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നാളുകളാണ് കടന്നു വരുന്നത്. വിഷുവിന് ഇനി അധികം ദിവസങ്ങളില്ല. വിഷുവുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 4 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം കണിക്കൊന്നയാണ്. രണ്ടാമത്തേതായ ചിത്രം സ്വർണ്ണ നാണയങ്ങളാണ്, അല്ലെങ്കിൽ കൈനീട്ടമാക്കുന്നു. മൂന്നാമത്തേതായ ചിത്രം കണിയാണ്. നാലാമത്തേതായ ചിത്രം വെണ്ണക്കണ്ണനാണ്. ഈ 4 ചിത്രങ്ങളിൽ വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങൾ, നിങ്ങളെ തേടിയെത്താവുന്ന ആ സൗഭാഗ്യങ്ങൾ വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുക, ഗുരുവായൂരപ്പനെ വന്ദിക്കുക. ഒരു നിമിഷം ഏവരും വന്ദിച്ചതിന് ശേഷം ഈ തന്നിരിക്കുന്നതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഗുരുവായൂരപ്പനെ വന്ദിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്നോ ഹരേ കൃഷ്ണ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ കണിക്കൊന്നയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ വിജയങ്ങളിലേക്കുള്ള യാത്രകൾ നിങ്ങൾ ആരംഭിച്ചു എന്ന് പറയാം. അതിന് സഹായകരമായ അല്ലെങ്കിൽ ആവശ്യകരമായ നിരവധിയാർന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേയിരിക്കും. ഭഗവാനെ അതിനാൽ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏകാഗ്രതയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിനെ ഒരു കാര്യത്തിലും ഉറപ്പിക്കാൻ അല്ലെങ്കിൽ പലവിധ ചിന്തകളാൽ ഒരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. തീർച്ചയായും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. മനോബലം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ശാരീരികപരമായ ക്ലേശങ്ങൾ, വിഷമതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാനായി തന്നെ കൊണ്ടുവരിക. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും അവരെ ചെറുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അതിൽ എപ്രകാരം ഭഗവാൻ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായ കാര്യങ്ങളായി മാറുക തന്നെ ചെയ്യും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ പരാധീനതകൾ മറികടക്കുവാനുള്ള അനവധിയാർന്ന അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. എന്നാൽ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ ശ്രമിക്കേണ്ടതാണ്. ഭഗവാനായി തന്നെ നൽകുന്നതായ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. അതിനുള്ള സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഇതിന് സഹായകരമായ പോസിറ്റീവായ ചിന്തകൾ, സൽചിന്തകൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പലവിധ അമിത ചിന്തകൾക്ക് വഴിയൊരുക്കുന്നതായ പലവിധ തെറ്റായ ധാരണകൾ, മറ്റ് ചിന്തകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഭഗവാൻ തന്നെ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും. ഒരു കാര്യങ്ങളിലും തളരാതെ മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ഏതൊരു പ്രശ്നത്തെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാനുള്ള ആർജവം, ആത്മവിശ്വാസം, മനോബലം ഭഗവാൻ നിങ്ങൾക്ക് നൽകും. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. മനസ്സിൽ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ ദുഃഖ ദുരിതങ്ങൾക്ക് ഭഗവാനായി തന്നെ പരിഹാരം നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യം, ജീവിതത്തിൽ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. കർമ്മരംഗമോ
അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളാണ് എങ്കിലും ഭഗവാനൊപ്പം ഉള്ളതിനാൽ തന്നെ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ പതറിപ്പോകുവാനുള്ള സാധ്യതകളുണ്ട്. അനാവശ്യമായ ഭയം നിങ്ങളിലേക്ക് കടന്നു വരാം. ആവശ്യ സമയത്ത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എങ്കിലും മറ്റു വ്യക്തികളുടെ പ്രേരണകളാൽ പലപ്പോഴും ഈ തീരുമാനങ്ങൾ തെറ്റിപ്പോകുവാൻ അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്വാധീനിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഭഗവാനെ വിളിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ആ കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും പെട്ടെന്ന് മാറ്റങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരും. പലപ്പോഴും ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതായ അവസ്ഥ അത് നിങ്ങൾക്ക് വഴിമാറ്റുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഭഗവാൻ ഒപ്പമുള്ളതിനാൽ തന്നെ അർഹമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരും. രണ്ടാമത്തെ ചിത്രമായ സ്വർണ്ണ നാണയങ്ങൾ കൈനീട്ടമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെയധികം ആഗ്രഹങ്ങൾ ഉള്ളവരും ആ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ഏത് കാര്യത്തിന് മുന്നിട്ടിറങ്ങാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും തിരിച്ചടികളോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാത്തതായ സാഹചര്യമോ ജീവിതത്തിലുണ്ട്. മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്നാൽ പലപ്പോഴും അത് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. പല വ്യക്തികളുടെയും ഇടപെടലാലോ അല്ലെങ്കിൽ ഒരു സമയത്തെ തെറ്റായ ചിന്തകളാലോ തീരുമാനങ്ങളാലോ നഷ്ടങ്ങൾ സംഭവിക്കുന്നതായ സാഹചര്യം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വരും. ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണോ നേട്ടമായി ഭവിക്കുക ആ കാര്യങ്ങൾ തിരഞ്ഞുപിടിച്ച് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, സ്വീകാര്യത, ബഹുമാനം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലപ്പോഴും കലഹങ്ങളിൽ ഏർപ്പെടുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം തിരിച്ചറിവുകൾ നിങ്ങൾക്ക് വന്നു ചേരാം. തെറ്റിദ്ധാരണകളുണ്ട് എങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് ജോലിയാകാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, അല്ലെങ്കിൽ യാത്രകളാകാം. ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നു എങ്കിലും തർക്കങ്ങളോ മറ്റു വിഷമതകളോ ഉണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് പരിഹാരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരാം. ഏത് കാര്യത്തെയും സ്വയം നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം പലപ്പോഴും നിങ്ങൾക്കുണ്ടാകണം എന്നില്ല. എന്നാൽ ഈ സമയങ്ങളിൽ ഭഗവാൻ തന്നെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. പലപ്പോഴും എന്തുകൊണ്ട് മനക്ലേശങ്ങൾ വരുന്നു എന്ന് വളരെയധികം വിഷമിക്കുന്നവരാണ് നിങ്ങൾ. കാരണം ഒന്നിനു പുറകെ ഒന്നായി പലപ്പോഴും പലവിധ ക്ലേശങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ കടന്നു വരും. കച്ചവടങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭകരമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരും. ലാഭം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് ആവശ്യമായ ഉന്നമനം അത് ധനവുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. ബിസിനസ് പരമായി നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. നവീകരണം അഥവാ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമാണ്. പലതും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ നടക്കും. പല കാര്യങ്ങളെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾക്ക് അത് വഴിയൊരുക്കുകയും ചെയ്യാം. കൂടാതെ ഭാവിയിലേക്കായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.
പിന്നീട് ചെയ്യാം, അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ അലസത മനോഭാവമോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കാരണമോ സാമ്പത്തിക പരാധീനതകളാലോ മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നതായ അത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നാം. ആ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. ഭാവി ഭദ്രമാക്കുവാൻ സാധിക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. വളരെ ആഗ്രഹിക്കുന്നതായ യാത്രകൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, കുടുംബത്തിന് സന്തോഷം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. മൂന്നാമത്തെ ചിത്രമായ കണിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളിലും ചൈതന്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദേവചൈതന്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഭഗവാൻ ഒപ്പമുണ്ട് എന്ന തോന്നൽ നിങ്ങളിലേക്ക് കടന്നു വരും. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ദൈവികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായും അനുഭവപ്പെടുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പരിഹരിക്കപ്പെടാൻ സാധിക്കില്ല എന്ന ചിന്ത ഒഴിവായി കിട്ടും. നെഗറ്റീവായ ചിന്തകൾ പലപ്പോഴും മനസ്സിൽ നിറയുകയും പലവിധ തെറ്റായ കാര്യങ്ങൾ, തിരിച്ചടികൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ പല പ്രശ്നങ്ങളെയും മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി വർദ്ധിക്കുന്നതിനാൽ, മനോബലം വർദ്ധിക്കുന്നതിനാൽ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാന്റെ ശക്തി നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രകടമാകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പലപ്പോഴും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ പലർക്കും വന്നു ചേരും. മനസ്സിൽ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും ഭംഗിയായി തന്നെ ചെയ്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബുദ്ധി നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ്. ബുദ്ധി വൈഭവത്താൽ വലിയ ഉയർച്ചകൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാഗ്യസമയം വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളിലും അത് പ്രകടമാവുകയും ഇവരുമായി ബന്ധപ്പെട്ട ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരമോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളുടെ കാഠിന്യമോ കുറഞ്ഞു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മറ്റുള്ളവരോട് നിങ്ങൾക്ക് വളരെയധികം സ്നേഹത്തോടെ പെരുമാറാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ സുഹൃത്തുക്കൾ വഴിയോ കുടുംബാംഗങ്ങൾ വഴിയോ മറ്റ് വ്യക്തികൾ വഴിയോ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ട അഭിവൃദ്ധി കുടുംബത്തിനും ഒപ്പം നിൽക്കുന്നവർക്ക് പോലും വന്ന് ചേരാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഉണ്ടാകും. അതിൽ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് പുതിയ വീടോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങളോ ആകാം. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. പങ്കാളിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പങ്കാളിത്തം നിർവഹിക്കുവാൻ സാധിക്കും. നിങ്ങളെ സ്വീകാര്യത, ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കാരണം പങ്കാളി തന്നെ നിങ്ങൾക്ക് ധൈര്യം നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഒപ്പം നിൽക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാകാം. ഈ സമയം നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ അത് ഭഗവാനായി തന്നെ തീർക്കുന്ന അല്ലെങ്കിൽ ആ പ്രശ്ന പരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന
സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്, വെണ്ണക്കണ്ണന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഭഗവാന്റെ അനുഗ്രഹം, കൃപാകടാക്ഷം നിങ്ങൾക്കുണ്ട്. അതിനാൽ മാത്രമാണ് ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചത് പോലും. ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും ഭഗവാന്റെ നിശ്ചയമാണ്. ഈശ്വരാധീനം, ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയം, ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹം നിങ്ങൾക്ക് പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ വന്നു ചേരുക, അല്ലെങ്കിൽ കൂടുതലായും അനുഭവപ്പെടുക. കർമ്മഫലത്താൽ അല്ലെങ്കിൽ ചെയ്തു പോയതായ, അറിയാതെ ചെയ്തു പോയ പല തെറ്റുകളും ദുഃഖങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും ഒരു കാര്യത്തിലും കൂടുതലായും കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, പല ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു, ഒന്നിൽ നിന്നും അടുത്തതിലേക്ക്. എന്നാൽ കാര്യങ്ങൾ ഒന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആകുന്നുമില്ല. അത്തരത്തിൽ വളരെയധികം പ്രയാസങ്ങൾ, വിഷമതകൾ അനുഭവിക്കുന്നതായ സമയം, അത് സാമ്പത്തികവുമാകാം. എന്നാൽ ഇവ മറികടന്ന് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ്. നേതൃസ്ഥാനങ്ങളിൽ പോലും നിങ്ങൾക്ക് നേടിയെടുക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ആദരവ് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നതായ സാഹചര്യം, ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ പോലുമാകാം. എന്നാൽ അത് എപ്രകാരം തരണം ചെയ്യണം, അതിന് സഹായകരമായ പലവിധ കാര്യങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. എന്നാൽ ചെയ്യേണ്ടത് നിങ്ങളാണ്. അതിനാൽ ശ്രദ്ധയോടെ ഭഗവാൻ നൽകുന്നതായ ആ അവസരങ്ങൾ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ധനം നിങ്ങൾക്ക് എപ്രകാരം നേടിയെടുക്കുവാൻ സാധിക്കുമോ ആ വഴികൾ തെളിയാം. ശത്രുക്കൾ വളരെയധികം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ കൂടുതൽ അപകടകാരികളായി മാറുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ആരെല്ലാമാണ് ശത്രുക്കൾ, ആരെല്ലാമാണ് മിത്രങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല സാഹചര്യങ്ങളും ഭഗവാനായി തന്നെ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരും. പലരെയും തിരിച്ചറിയുവാൻ സാധിക്കും. എപ്രകാരം നിങ്ങൾക്ക് പ്രതിരോധിക്കണം എന്ന വ്യക്തമായ ബോധ്യം ഭഗവാനായി തന്നെ നൽകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറി മറിയുന്നതായ സാഹചര്യം വന്നു ചേരും. ഭഗവാന്റെ ശക്തി എന്താണ്, ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരുക. അധ്വാനിച്ച പണം നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നാൽ അധ്വാനിച്ചതിനേക്കാൾ കൂടുതൽ പലപ്പോഴും ഭാഗ്യത്താൽ നിങ്ങൾക്ക് ധനമോ അല്ലെങ്കിൽ മറ്റ് സൗഭാഗ്യങ്ങളോ തേടിയെത്താം. ജീവിതത്തിൽ ആദ്യ സമയങ്ങളിൽ അല്ലെങ്കിൽ പല സമയങ്ങളിലും കഷ്ടപ്പെട്ടു എങ്കിൽ പോലും അത് നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ചവിട്ടുപടി മാത്രമാണ് എന്ന് വിചാരിക്കുക. കാരണം ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. അതിന്റെ സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി തീരുന്ന സാഹചര്യങ്ങൾ ഭഗവാനായി തന്നെ നൽകും. ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനുള്ള ആർജവം ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. സഹായിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടികൾ നേരിടാം. അത്തരം പരീക്ഷണങ്ങൾ സംഭവിക്കാം. എന്നാൽ അതിൽ നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കാതെ, മറ്റുള്ളവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സോ വിഷമിക്കാതെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിലൂടെയും അർത്ഥമാക്കുവാൻ സാധിക്കുക. ഭഗവാൻ തന്നെ നിങ്ങളെ ഉയർത്തുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക.